ഇന്ന് ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടറിഞ്ഞു. നേരം വൈകിയ ടെൻഷനിൽ ജാസി ആരെ പിടിച്ചാട്ടുണ്ട്. ഈ നടന്നു പോകുന്നത് നമ്മുടെ സാലി. വയസ്സ് 20, സിംഗിൾ ആയിരുന്നു. എന്നാ പക്ഷെ ഇന്ന് കമ്മിറ്റഡ്. ഈ മോയിന്റിന്റെ വിചാരം ഇതിന്റെ കല്യാണം. യഥാർത്ഥത്തിൽ നമ്മുടെ സാലിയുടെ മിഠായി കൊടുക്കല. ഇത് ഓന്റെ ഏട്ടൻ സാധിക്കും. ഞങ്ങളുടെ ഇവിടെ അനിയന്മാരെ കല്യാണം ഏട്ടന്മാരെ കല്യാണം. എന്താ ചെയ്യാം? ഏട്ടനാണെങ്കിൽ അനിയനോട് നല്ല മിഠായി കൊടുക്കുന്ന ചടങ്ങിൽ മിഠായി അടക്കാൻ നമ്മുടെ സാധിക്കാണ് ഒപ്പിച്ചു കൊടുത്തു. സാധിക്കിന്റെ മോന്ത കണ്ടാൽ തന്നെ അറിയാം നല്ല ഹാപ്പി മൂഡ്. ജാസിയാണെങ്കിൽ നിരാശകാമുകനായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇക്ക് പിന്നെ ഒരു വിഷമമില്ല കേട്ടോ. സാലിയ പേടിയുണ്ടാ? പേടിച്ച് വണ്ടിയിൽ മുള്ളാണ്ടിരുന്നാ മതിയായിരുന്നു. സാധിക്കാണെങ്കിൽ പുറത്ത് ഫുൾ ഹാപ്പിനെസ്, ഉള്ളിൽ എന്താ സാലാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെ ആലോചിച്ച് കൂട്ടുണ്ട്. ഓനെ നമ്മുടെ വണ്ടിക്ക് എന്നിട്ട് കല്യാണം കഴിക്കാൻ പോകണം. നമ്മുടെ സാലിനെ അപ്പുറത്തെ വണ്ടിക്ക് എന്നിട്ട് കുറച്ച് ഞങ്ങൾ അറിയണ പോലെ അഭിനയിച്ചു. അനിയന്റെ കല്യാണമായിട്ട് എന്നൊക്കെ എന്താ പറയാനുള്ളത്? എനിക്കുണ്ടാവും 3 കൊല്ലത്തിന്റെ ഉള്ളിൽ ഞാൻ കിട്ടില്ല. ചെക്കന്റെ ആ കോൺഫിഡൻസ് നോക്കിയാ കോൺഫിഡൻസ് നോക്കിയിട്ട് വണ്ടിയിൽ എന്തൊക്കെ പിടിച്ചിട്ട് തിരിപ്പിടിക്കണ്ടേ. എന്താ ചെയ്യേണ്ടത് തന്നെ കുട്ടിക്കറി. ഞങ്ങൾ എന്നിട്ട് ഒരു വിചിത്രമായ സ്ഥലത്ത് കൂടെ പോയി ബ്ലൂടൂത്ത് അതവിടെ നമ്മുടെ സാലിയുടെ എൻട്രൻസ് നോക്കാം. സാലിക്കാണെങ്കിൽ കൊടുക്കുന്ന ടെൻഷൻ ഓനിക്കാട്ടി നല്ല ടെൻഷൻ ഉണ്ട്. ഷെയ്ക്കോന്റെ കൊടുത്തിട്ട് ചെക്കൻ വീട്ടിൽ കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ ഓന്റെ ഒപ്പം വന്നത്. ഇനിയിപ്പോ അങ്ങനെ പറയാം. നമ്മുടെ സാലിയാണെങ്കിൽ പെണ്ണും കെട്ടി ഓന്റെ ആയിട്ടും സാധിക്ക് ഷൂവും കെട്ടിയിട്ട് വരുന്നുണ്ട്. ആന ചെക്കന്മാരൊക്കെ വന്നിട്ട് പിന്നെ മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. എന്റെ കോൺസെൻട്രേഷൻ മൊത്തം പിന്നെ 10 ബീഫ് കറി ബോയിലേരാച്ചപ്പുറത്തിന്റെ പളയിൽ കപ്പിൾസിന്റെ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ പുറത്ത് ഈ ഒരു പോയിന്റിന്റെ റീൽ എടുത്ത് കൊടുക്കണം. അങ്ങാണ് നിങ്ങൾ കണ്ടു. ബോയിലേരെ അങ്ങനെ സലാമും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് സാലിയാണെങ്കിൽ കാരണോടുത്തിരുന്ന് സംസാരിക്കും. നിഹാലാണെങ്കിൽ ഓന്റെ മോന്റെ എസിമി കയറ്റി ഓന്റെ പെണ്ണിന്റെ ടാറ്റിയും കൊടുത്തിട്ട് അങ്ങോട്ട് ഞങ്ങൾ പോയി. അവരൊക്കെ വന്നിട്ട് എന്നോട് പറയാ നിനക്ക് പെണ്ണ് നോക്കണോ? ജോലി ആയില്ലേ? അടുത്ത മാസം ജോലി ആയില്ലേ? ഞാൻ പെണ്ണ് നോക്കണോ? അതിന്റെ ഇടയ്ക്ക് നമുക്ക് നോക്കണ്ടേ? ഒരു കൊല്ലത്തിനുള്ളിൽ കെട്ടണ്ടേ? ഇത് എന്താ